ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം, അതിൻ്റെ 15 മുതലുള്ള തിരുവചന ഭാഗം. പൗരസ്ത്യ ആരാധനക്രമം അനുസരിച്ച് ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആചരിക്കുകയാണ്. ഈശോയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാവുന്ന എല്ലാ തലത്തിലും അവിടുത്തെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ആധിക്യ നിമിത്തം പലപ്പോഴും ഒരുപാട് മണ്ടത്തരങ്ങളിൽ ചെന്നുപെടുന്ന പത്രോസ് ശ്ലീഹായെ നമുക്ക് പരിചിതമാണ്. ഇനി പത്രോസിനോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാളധികം എന്നെ സ്നേഹിക്കുന്നു. 3 ചോദ്യങ്ങളും 3 വ്യത്യസ്തമായ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചോദിക്കുക. ഈശോയുടെ ചോദ്യം ഓരോ ശിഷ്യനോടുമുള്ള ചോദ്യമാണ്. നീ ഇവരേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം, നീ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ ലോകത്തിൽ വേറെ ആര് എന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് കരുതാനാകുമോ? അതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് എന്നെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുമോ? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അങ്ങനെ ആയിരിക്കണം. ആര് അവിടുത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അധികമായി ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന ചിന്തയേക്കാളും ഒരു പടി കൂടെ കടന്ന ചിന്തയാണ്. ആര് നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ചോദ്യം ഇത് തന്നെയാണ്, നീ ഇവരേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി, വേറെ ആരേക്കാളും ഉപരിയായി. നിന്റെ സ്നേഹത്തിൻ്റെ തട്ടിൽ ഇതിലും താഴ്ന്നു നിൽക്കുന്ന ഒരു താഴം ഉണ്ടാകരുത്. ഏറ്റവും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ സൗന്ദര്യത്തെക്കാളും, എൻ്റെ സമ്പത്തിനേക്കാളും, എൻ്റെ വിദ്യാഭ്യാസത്തെക്കാളും, എൻ്റെ പദവിയേക്കാളും, എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്ന എല്ലാറ്റിനേക്കാളും, അതിലുമുപരി ഞാൻ ഈ ലോകത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഉത്തരവാദിത്വം. നിൻ്റെ പ്രയോറിറ്റിയിലെ നമ്പർ 1 യേശു ആയിരിക്കണം. ആ ഒരു തീരുമാനം നിനക്കുണ്ടാവും. ചോദ്യം 3 ഇത് തന്നെ ആവർത്തിക്കുക, നീ ഇവരേക്കാൾ അധികമായി. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരും പ്രപഞ്ചത്തിലെ സൃഷ്ടജാലങ്ങളും എല്ലാം കൂടെ കൂടുന്നതാണ്. നിന്റെ സ്നേഹത്തിൻ്റെ പരിധിയും നിന്റെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ അറിയുന്ന ഈശോ നിന്നോട് ചോദിക്കുന്നത്, ഈ പ്രപഞ്ച ശക്തികൾ, ഈ ലോകത്തിലുള്ള സകല സൃഷ്ടജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. നിന്റെ സ്തുതിഗീതങ്ങൾ അവയേക്കാൾ ഉപരിയാക്കാൻ നിനക്ക് സാധിക്കുമോ? നിൻ്റെ വസ്തുവകകളോടും നിൻ്റെ വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന നിനക്കുള്ള എല്ലാറ്റിനേക്കാളും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ദൈവസ്ഥലം ഉയർത്തുന്ന സ്നേഹത്തെക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുമോ? 3 ചോദ്യത്തിനും പത്രോസിൻ്റെ ഉത്തരം വേദനയോടെ, വിഷമത്തോടെ യെസ് 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 എന്ന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ, സ്വർഗീയ സഭയുടെ താക്കോല് പത്രോസിൻ്റെ കൈകളിൽ അവൻ സുരക്ഷിതമായി വെച്ചു കൊടുത്തത്. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നു, സ്വർഗരാജ്യം പൊട്ടി താക്കോലുമായിട്ട് വാതുക്കൽ കാവലിരിക്കുന്നൊരു പത്രോസിൻ്റെ ചിത്രം. പത്രോസ് ദൈവസ്നേഹത്തിൻ്റെ മൂർത്തഭാവമായി മാറുക. കപ്പലപകടങ്ങളിലും ദുരന്തങ്ങളിലും അപകടങ്ങളിലും പേമാരികളിലും
ശാരീരിക പീഡനങ്ങളുടെയും എല്ലാം ഉപരി ദൈവത്തെ മുറുകെ പിടിച്ചൊരു പൗലോസ്ലീഹായി നമുക്കുണ്ട്. യേശുവിൻ്റെ സഭയെ പീഡിപ്പിക്കാൻ പോയ സഭയുടെ സംരക്ഷകനായി മാറിയ കഥയാണ് പൗലോസിൻ്റേത്. ഈ രണ്ട് ശിഷ്യന്മാർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാതൃകകളാണ് എങ്കിൽ ആ മനോഭാവങ്ങൾ നമ്മിലേക്കൊന്ന് ചേർത്ത് പിടിക്കാൻ ധീരമായ പ്രേക്ഷിത ചൈതന്യവും ആഴമായ ദൈവസ്നേഹവും ഇവ കൈമുതലാക്കി ദൈവത്തെ സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാമെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.